ചെന്നിത്തലനെ അങ്ങനെ രീതിയിലേക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിൽ സന്തോഷമുള്ളൂ. കാരണം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ശരിക്കും രമേശ് ചെന്നിത്തലനെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ ഒരു സീനിയർ മോസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നത് അത് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുന്നത് കൊണ്ട് മാത്രം ആണ് രണ്ടാം പിണറായി സർക്കാരിന് ഇടവന്നത് എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയുള്ള സംസാരം. അതായത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്, അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല വരും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിന്റെ പിറകിൽ നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ തന്നെ ചില ആളുകൾ രണ്ടാം പിണറായി സർക്കാരിന് ഒത്താശ പാടി. അതായത് ഉമ്മൻചാണ്ടി വരില്ല, അതുകൊണ്ട് രമേശ് വരും, അതുകൊണ്ട് രമേശ് അങ്ങനെ രമേശ് മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ള ഒരു തോന്നൽ വന്നു. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് രമേശ് ചെന്നിത്തല കാക്കി കളസമിട്ട ഒരു നേതാവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഒരു വിഭാഗത്തിന് കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗത്തിന് ഇതിന് പങ്കുണ്ട്. കാരണം രമേശ് ചെന്നിത്തല RSSകാരുടെ ഒപ്പമാണ് എന്നുള്ളത് പൊതുവെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച വിമർശിച്ചിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യം പറഞ്ഞത് VD സതീശൻ കൊണ്ടുവന്നിരുന്ന, അല്ലെങ്കിൽ ഇപ്പോ VD സതീശന്റെ പെർഫോമൻസ് എടുത്ത് നോക്കും നമ്മൾ. VD സതീശൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പോലും പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളൂ. അത് ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനം വളരെ കൃത്യമായിട്ട് പറയുകയും അത് യൂട്ടേൺ അടുപ്പിക്കുന്നതിൽ ചെയ്യുന്നതിൽ രമേശ് ചെന്നിത്തല വഹിച്ച പങ്ക് വളരെ വലുതാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സമയത്ത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൂവലറി ഡിസ്റ്റിലറിയുടെ പദ്ധതി. ആ പദ്ധതി രമേശ് ചെന്നിത്തലയാണ് കൊണ്ടുവന്നത്. രമേശ് ചെന്നിത്തല തിരിച്ചു അത് പുറത്തു കൊണ്ടുവന്നത്, വിവാദം പുറത്തു കൊണ്ടുവന്നത്. അത് പുറത്തു കൊണ്ടുവന്നപ്പോ അതിനെ അതേപോലെ തന്നെ യൂട്ടേൺ അടിപ്പിച്ചു. സ്വർണ്ണക്കടത്ത്, ആ വിവാദത്തെ അതേപോലെ തന്നെ യൂട്ടേൺ അടിപ്പിച്ചു. ഇത്തരത്തിൽ ശിവശങ്കരനെതിരെയുള്ള അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവസാനം മേഴ്സിക്കുട്ടി അമ്മക്കെതിരെയുള്ള കേസ്, ഇതൊക്കെ ഇതേപോലെ യൂട്ടേൺ അടുപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ VD സതീശൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഒരു ഗെയിമിങ്ങിന്റെ ഭാഗമായിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒതുക്കപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പൊ പറയാറുണ്ട് സമുദായ നേതാക്കന്മാർക്കിടയിലൊന്നും, ഞാൻ പറയട്ടെ, ഈ VD സതീശനുള്ള VD സതീശൻ ഈ സമുദായ നേതാക്കന്മാർക്കിടയിൽ എന്ത് രീതിയിൽ കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമുദായങ്ങളുമായിട്ട്, സമുദായ നേതാക്കന്മാരായിട്ടും സംഘടനകൾക്കുമായിട്ട് നല്ല ബന്ധം ആവശ്യമാണ്. അങ്ങനെയാണ് അതിന്റെ അല്ല, VD സതീശന് സമുദായ നേതാക്കന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ ഒരിക്കലും കഴിയുന്നില്ല. ഇപ്പോ SNDP ആയിക്കഴിഞ്ഞാലും NSS ആയിക്കഴിഞ്ഞാലും ഇവർക്കിടയിലൊന്നും നേരിട്ട് കയറി ചെല്ലാൻ പോലും ഇയാൾക്ക് കഴിയുന്നില്ല. മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സ്ഥാനാർത്ഥികളാവട്ടെ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് SNDP യോഗത്തിനെ കാണാൻ, വെള്ളാപ്പള്ളി നടേശനെ കാണാൻ വേണ്ടി പോവാൻ എന്തുകൊണ്ടാണ് തടസ്സം നേരിട്ടത്? അത് ഈ VD സതീശനാണ്. ഇതിലെ വേറെ പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ട്. കാരണം KC വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ മത്സരിച്ച് വിജയിക്കാനുള്ള ഒരു അതിന്റെ നല്ല പ്രവർത്തനമാണ് രമേശ് ചെന്നിത്തല നിർവഹിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയെ കേരള പൊളിറ്റിക്സിന്റെ കോൺഗ്രസിന്റെ പ്രധാന മുഖമാക്കി മാറ്റാൻ KC ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, രമേശ് ചെന്നിത്തല വരണമല്ലോ. കാരണം രമേശ് ചെന്നിത്തല എങ്ങനെയാണ് പാർട്ടിയിൽ നേതാവായിട്ട് വന്നത്? അയാള് ബേസ് റൂട്ടിൽ നിന്നാണ് വന്നത്. KSUയിലൂടെ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. അങ്ങനെ കയറി വന്നിട്ടാണ് ഇന്ന് കാണുന്ന രമേശ് ചെന്നിത്തല ആയത്. ഇപ്പോ മഹാരാഷ്ട്രയിലായി കഴിഞ്ഞാലും മഹാരാഷ്ട്രയിലൊക്കെ ഇലക്ഷന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ അവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് രമേശ് ചെന്നിത്തലിനെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, ചാണ്ടി ഉമ്മനെതിരെ എല്ലാവരും ആരോപണം ഉന്നയിക്കുന്നു. ചാണ്ടി ഉമ്മൻ ഒരു പൊട്ടനാണ്, ചാണ്ടി ഉമ്മനെ അയാള് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇങ്ങനെയൊക്കെ പറയുന്നു. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് സത്യമല്ലേ? എന്താ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്? ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ചുമതല നൽകിയിട്ടില്ല. ഉള്ള ചുമതലയിൽ നിന്ന് മാറ്റി ഈ സതീശന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേ
അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനൊക്കെയാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. സതീശ് ഒരു ചുക്കും ചെയ്യുന്നില്ല. അതുപോലെ PV അൻവർ ഇടതുപക്ഷത്തിൽ ഈ മാത്യു കുഴൽനാടൻ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്യു കുഴൽനാടന് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. VD സതീശൻ എന്ന് പറയുന്ന ആള് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് അയാൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അയാൾ ബൂസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു മന്ത്രി പോലെ VD സതീശൻ എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ VD സതീശനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ ഞാൻ പറയട്ടെ, ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണം. രമേശ് ചെന്നിത്തല മാറ്റി നിർത്തിക്കൊണ്ടൊന്നും VD സതീശനെ NSSന്റെ പിന്തുണ, SNDPയുടെ പിന്തുണ, മുസ്ലിം ലീഗിന്റെ പിന്തുണ, അതൊക്കെ രമേശ് ചെന്നിത്തലക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ് രമേശ്. നല്ല പക്വതയുണ്ട് ആളുകളെ. VD സതീശൻ ധനകാര്യമന്ത്രി ആവട്ടെ, അതൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ധനകാര്യമന്ത്രി ആകട്ടെ. വരട്ടെ ആദ്യം അല്ലേ?